ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ കറി കൊണ്ടിട്ട് ആരും കറിയെ പറ്റി ഒന്നും പറഞ്ഞില്ലേ കമൻറ്റിൽ കേട്ടോ. ഇനി ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മണി 8 മണി വരെയുള്ള കമൻറ്റിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് ആരെങ്കിലും പറയുമോ എന്നറിയത്തില്ല കേട്ടോ. ഒരു മിനിറ്റ്, മൂക്ക് ഇങ്ങനെ കാണിക്കുന്നത് എന്താ എന്നാളി ആരോ പറഞ്ഞു മൂക്ക് ഇങ്ങനെ മൂക്ക് ചെയ്യുന്നത് ഒരു അരോചകമായിട്ട് തോന്നുന്നു എന്ന് ആരോ ഒരു കമൻറ്റ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മൂക്ക് ഇങ്ങനെ ചൊറിയാൻ ഓഫാക്കിയിട്ട് പോയത്. പിന്നെ ജിൽസി ഇന്നലെ പറഞ്ഞായിരുന്നു ചേച്ചി ജിൽസി ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പിലും ഇങ്ങനെ പിന്നെ വീഡിയോകൾ ഇട്ട് തരുമെന്ന് പിന്നെ ഓരോ കുക്കിങ്ങിൻ്റെ. അപ്പം അതിൽ പിന്നെ ഒരെണ്ണം ഞാനും നേരത്തെയും ചെയ്തിട്ടുള്ളത് പോലുള്ള വീഡിയോയാണ്. പാസ്തയുടെ മുട്ടയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ചിക്കിയിട്ട് പാസ്ത ഇടുന്നത്. പിന്നെ ഒരെണ്ണം ഏത്തക്കയും കൊണ്ടുള്ള അത് ഏത്തക്ക കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഈ മാഗി മസാലയും കൊണ്ടൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ജിൽസി പറഞ്ഞു ചേച്ചി ബോറാണെന്നോ? ബോറൊന്നുമില്ല, അയച്ചു തരുന്നതിനൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം പറ്റുന്ന റെസിപ്പി ഇതൊക്കെ നമുക്ക് ഇടുന്നതിന് കുഴപ്പമില്ലല്ലേ. അത് നമുക്കും നല്ലതാ, എല്ലാവർക്കും നല്ലതാ. പിന്നെന്തുവാ, ഇന്നത്തെ വീഡിയോ കാണുക. എൻ്റെ പപ്പടം കറിയുടെ ആരും ഒന്നും പറഞ്ഞില്ല. നല്ലൊരു കറിയായിരുന്നു, പെട്ടെന്ന് ഉണ്ടാക്കാൻ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്തെങ്ങാണ്ട് പറയാനൂടെ വന്നേ. അപ്പം നമ്മുടെ ജെനിഫർ കൊച്ച് പറഞ്ഞായിരുന്നു ചേച്ചി സ്റ്റോറി ഒന്നും കേൾക്കുന്നില്ലെന്ന്. സ്റ്റോറി എന്തോ മോളെ, നമ്മുടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോന്ന്. ഇപ്പം കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വിളിച്ചോണ്ടേ ബ്രദറിൻ്റെ കൊച്ചുങ്ങൾ പിന്നെ UKG പഠിക്കുന്നത്. അപ്പം ചോദിച്ചോടാ ഇന്ന് പോകണ്ടായിരുന്നു, എന്തോ ഹർത്താലാന്ന് എന്താ കണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഇവിടെങ്ങും അങ്ങനെ സ്കൂള് പിള്ളേർക്കൊരു പിന്നെ സമരമോ വ്യാപാരി ഹർത്താൽ അങ്ങനെയുള്ള ഒന്നും ഇവിടില്ല. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർക്കും സ്കൂളിൽ പോകാൻ അത്ര താല്പര്യമുള്ള സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്ന ഒരു ചുരുക്കമായിരിക്കും. നമുക്കൊരു അവിടെ ഈ സമരം വിളിക്കും, KSUക്കാരും SFIക്കാരും, അവർ രണ്ടും കൂടെ ആ മത്സരം. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ വന്നത്. അപ്പോൾ ഒരു സമരം കേൾക്കാൻ നോക്കിയിരിക്കും നമ്മൾ, ബുക്കും പുസ്തകം എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി പോകാനായിട്ട്. എന്തോ സന്തോഷം ഒരു സമരം കേൾക്കുമ്പോൾ. ഞങ്ങളുടെ 5 കോളേജിലത്തെ എന്തെങ്കിലും സമരം ബഹളമാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നാലും കേൾക്കാം. ഞങ്ങളുടെ വീട് ഇങ്ങനെ വയലിൽ കൂടെ നമുക്ക് പോകണം, കുറേ ദൂരം ഉണ്ടെങ്കിലും കേൾക്കാം, സൗണ്ടൊക്കെ കേൾക്കാം. അപ്പം ഞാൻ പറയുമായിരുന്നു കൊച്ചുങ്ങൾക്ക് അന്ന് എന്തോ ഇതായതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് അവധിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അമ്മ അങ്ങനെയുള്ളൊരു ഇതൊന്നും നമ്മുടെ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു സമരം പരിപാടിയേ ഇല്ല. ഞങ്ങൾ പഠിച്ച സമയത്ത് ഇങ്ങനെ കാതോർത്ത് നിൽക്കും സമരം കേൾക്കാൻ, വാലും പൊക്കി ഓടാൻ. എന്നിട്ട് വീട്ടിൽ പിന്നെ വന്നാലെന്തോ നമുക്ക് വീട്ടിൽ വന്നാൽ നമ്മുടെ മക്കൾ ഇരിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ നേരത്തെ വന്നാലും റബ്ബറും തോട്ടത്തിലെങ്ങാനും ചുള്ളി വറക്കാൻ പോകണം, അയ്യത്തെങ്ങാണ്ടുണ്ടെങ്കിൽ അയ്യത്ത് അതൊക്കെ ഒന്ന് കപ്പയൊക്കെ ഇടുവാണെങ്കിൽ കുഞ്ഞു കാടുകൾ കയറത്തില്ലേ, പോച്ച, അതൊക്കെ പറിക്കണം. അങ്ങനെ നമുക്ക് ജോലികൾ കാണും. ഞങ്ങളുടെയൊക്കെ ഒരു പ്രായമായപ്പോഴത്തേക്കിന് പശുവില്ല, ആടൊക്കെ ഉണ്ടായിരുന്നു. ആടിന് തോലൊടിക്കാൻ പോകണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ആ ഒരു പരിപാടി ഓർക്കെന്തോ വരിക. അവരുടെ ടൈം പാസ് എന്ന് പറയുന്നത് വെളിയിൽ പോയി ഫുട്ബോള്, വോളിബോള്, ബാഡ്മിൻ്റൺ അതൊക്കെ കളിക്കുക. നമുക്കൊരു കളി എന്ന് പറയുന്നത്, നമ്മുടെ അന്നത്തെ കളി എന്ന് പറയുന്നത് കളിക്കും നമ്മളെല്ലാം കൂടെ മണ്ണൊക്കെ ചുട്ട് അപ്പം ചുട്ടും ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ അമക്കി വെച്ചിട്ട് ഇങ്ങനെ കമത്തിയിടും. അപ്പം ഇങ്ങനെ നമ്മുടെ പിന്നെ ഇതിൻ്റെ അകത്ത് പുട്ടുണ്ടാക്കുമല്ലേ, കുക്കറിൻ്റെ അകത്ത് ഇത് വെച്ചിട്ടുള്ള പുട്ട്, അതുപോലെ അപ്പം ചുട്ടെടുക്കും. എന്നിട്ട് എൻ്റെ ബ്രദർ ഉള്ളപ്പോൾ അവൻ ഈ ഓലമടലും കൊണ്ടൊക്കെ കിട്ടി ഞങ്ങളിങ്ങനെ ഒരു കൂടാരം പോലൊക്കെ ഉണ്ടാക്കി. ഞാൻ ജെനിഫറിന് വേണ്ടിയായി സ്റ്റോറി പറയുന്നത് കേട്ടോ. കൂടാരമൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കളിക്കുമായിരുന്നു. പിന്നെ അയ്യതൊക്കെ ഇഷ്ടംപോലെ പേരയ്ക്ക ഉണ്ടെങ്കിൽ പോയി പേരയ്ക്ക പറിച്ചതിന് ഇപ്പോൾ പേരയ്ക്കൊക്കെ കിലോ കണക്കിന് നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. അയ്യം മൊത്തം 2-3 പേര ഉള്ളപ്പോൾ ഇങ്ങനെ പഴുത്ത് കുത്തി കിടക്കും. അതൊക്കെ പോയി പറിച്ച് തിന്നും ഇങ്ങനെയൊക്കെ അങ്ങ് പറിച്ച് നടക്കുമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ.
രാവിലെ അവന് കൊടുത്തുവാനുള്ള ടിഫിനൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ നന്നായി തിളച്ച് വന്ന് അതിങ്ങനെ തവിയും കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കോരി ഒഴിക്കുമ്പോൾ കുറേയും കൂടെ ഒന്ന് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇപ്പം ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവന് ഞാൻ ഒരെണ്ണത്തിൽ പിന്നെ ചീസും ഒരെണ്ണത്തിൽ ചിക്കൻ പാറ്റീസുമാണ് വെച്ച് കൊടുത്തത്. അപ്പം പിന്നെ ഞാൻ ബ്രെഡും എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ മുട്ട മിക്കവാറും പൊരിക്കുന്നുണ്ടേ ഉപ്പിട്ട് കലക്കുവാണെങ്കിൽ ഉപ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് അബദ്ധം അങ്ങനെ പറ്റാറുണ്ട്. ചിലപ്പോൾ ഞാൻ ബോട്ടിലിൽ ഇങ്ങനെ ഉപ്പ് നീര് കലക്കി വെക്കും മുട്ട ഉണ്ടാക്കുമ്പോൾ ആ നീരൊഴിക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ ഞാൻ അറിയാതെ ഒഴിച്ചു. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഗ്ലാസ്സിൽ ഈ ഏത് പാത്രം എടുക്കുന്ന അതിൻ്റെ അകത്ത് ഉപ്പ് അങ്ങ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കിയതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കത്തുള്ളായിരുന്നു. ഇന്നത് ഓർത്തില്ല. അതുകൊണ്ട് ഉപ്പങ്ങ് ഇട്ടും പോയി. ഉപ്പ് പിന്നെ ആദ്യം ആ വെള്ളയ്ക്കകത്ത് തന്നെ ഇട്ടങ്ങ് ഉപ്പിനെ ഇച്ചിരി നേരം ഒന്ന് കലക്കിയതിന് ശേഷമാണ് മഞ്ഞയും കൂടെ ഒന്ന് മിക്സ് ചെയ്തത്. അല്ലെങ്കിൽ ഈ മഞ്ഞയ്ക്കകത്തൊക്കെ കയറുന്ന ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ടേസ്റ്റ് കൂടുതൽ തോന്നും. രാവിലത്തെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉച്ചയ്ക്കത്തെ പരിപാടിയാണ്. അതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒരു പാട്ടിടുന്നുണ്ട്. കുറേ നാളായില്ലേ പാട്ട് പാടിയിട്ട്. അപ്പം താല്പര്യമുള്ളൊരു പാട്ടൊന്ന് കേൾക്കേ. അത് കഴിഞ്ഞ് കറി കാണാം. കുറേ നാളായിട്ടില്ല ഒരു പാട്ട് പാടിയിട്ട്. ഇന്നൊരു പാട്ട് പാടാമേ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ആമേൻ. രാജ്യമ കുക്കർ വിസിലിട്ടല്ല, വിസിലടുപ്പിച്ചില്ല. അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് വിസിലിട്ട് വെച്ചു. അപ്പം വെന്തങ്ങ് കലങ്ങത്തില്ല.
ഇങ്ങനെ മതി. അരി തിളപ്പിച്ചിട്ടു. ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഉള്ളിയൊക്കെ വേണ്ട. മസാല തീർന്ന്. ഗരം മസാല ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് ഇറച്ചിക്കൂട്ടെന്നാണ് പറയുന്നത്. അങ്ങാടിക്കടയിൽ കിട്ടും ഓരോ കൂട്ട്. ഇപ്പം പണ്ടൊക്കെ 20 രൂപയ്ക്കൊക്കെ ആയിരുന്നു. ഇപ്പം സ്റ്റാർട്ടിങ് 50 100 കണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പം ഞാനെടുത്ത് കുറച്ചെടുത്തൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് പൊടിച്ചിട്ട് ആവശ്യത്തിനുള്ളത് പൗഡർ വെളിയിൽ വെച്ചിട്ട് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഞാനങ്ങ് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. രാജമ ഇന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അന്നേരം ഈ സ്ലൈമി ചൂടോടെ കുഴപ്പമില്ല, കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ അത് സ്ലൈമി ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്തത്. അപ്പം കറിവേപ്പില ഇതൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പൊളിച്ച് വെച്ചത് കൊണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങ് തട്ടിയിട്ടാൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കിക്കണമെന്നുണ്ടെങ്കിൽ പോൾ വന്ന് ഇങ്ങനെ കമൻറ്റ് പറയുമായിരുന്നു, അവനറിയത്തില്ല മൊബൈൽ ഓണാന്നുള്ളത്, മമ്മി സ്ലൈമി ആവല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഞാനെന്തോ ചെയ്യാനാ. അത് വെന്തങ്ങ് പൊട്ടി വരുമ്പോഴാണ് അകത്തുനിന്നുള്ള ഇത് വരുമ്പോഴാണ് അത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സ്ലൈം കൊഴുപ്പ് കുഴവാന്ന് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ വേവിച്ചത്, പൊട്ടാതെ. ഒരു 3.5 ടീസ്പൂൺ. വേവിക്കുന്നതിന് അങ്ങനെ ആവും. പക്ഷെ ഞാൻ ഇന്ന് വിസിലടിച്ചല്ല ഉണ്ടാക്കിയത്. നോക്കട്ടെ എങ്ങനെ ആവുമോ. അതെന്താ എടുക്കാൻ ഞാൻ പാട്ട്. ഇനി ഞാൻ ഇതിലോട്ട് എൻ്റെ കുക്കറിൻ്റെ അടപ്പ് അരിക്കലത്തിന് മണ്ടേ വെച്ചേക്കുമായിരുന്നു. കുക്കർ ഇങ്ങോട്ട് എടുത്തുമല്ല, അതങ്ങ് തറയെ വീണു. അപ്പം ഞാൻ ഇതിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിസിൽ വരുത്തിച്ചില്ല. തിളച്ച് കഴിഞ്ഞ് ഞാൻ കുക്കറും കൊണ്ട് അടച്ചിട്ട് അതിൻ്റെ അകത്ത് വിസിലിട്ട് വെച്ച്. അപ്പം അങ്ങനെ ചെയ്തോണ്ട് ഈ സമയം വരെ അങ്ങനെ കുഴുകുഴാന്നായിട്ടില്ല. ഇനി നോക്കട്ടെ മുന്നോട്ട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഇങ്ങനെ ആകുമ്പം കുഴപ്പമില്ല. അങ്ങനെ കുഴകുഴ എനിക്കും ഇഷ്ടമല്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കടുക് കൂടെ വറുത്ത് ചേർക്കാം. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് വൈകുന്നേരമായിട്ടും അങ്ങനെ വലിയ കൊഴുപ്പായിട്ടൊന്നും ഇല്ലായിരുന്നേ. പിറ്റേ ദിവസം എടുത്തോണ്ടേ പക്ഷേ ഇച്ചിരി കൊഴുപ്പ് പോലെ തോന്നി. പക്ഷേ മറ്റേതിൻ്റെ അത്രയും നമുക്കങ്ങനെ സ്ലൈമി ആയിട്ട് വന്നില്ല. ഇനി കടുക് കൂടെ ചേർക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൊന്നുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.